പ്ലാസെന്റ ഓൾസോ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസ് സെവറൽ ഹോർമോൺ. എടാ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകൾ ഏതൊക്കെയാണ്? 2 പ്ലാസെന്റൽ ഹോർമോൺസ് എഴുതാൻ പറഞ്ഞിട്ട് HCG ഓക്കെ. പിന്നെ ഏതാണുള്ളത് HPL ഓക്കെ. HPL. റൈറ്റ് 2 ഫംഗ്ഷൻ ഓഫ് പ്ലാസെന്റ അതർ ദാൻ എൻഡോക്രൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതർ ദാൻ എൻഡോക്രൈൻ ഫംഗ്ഷൻ അല്ലാതെ വേറെ എന്തൊക്കെയാണുള്ളത് പ്ലാസെന്റയുടെ ഫംഗ്ഷൻസ്? നറിഷ്മെന്റ് കൊടുക്കുക അല്ലേ? ഫീറ്റസിന് നറിഷ്മെന്റ് കൊടുക്കുന്നത്, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റസ് എലിമിനേറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ശ്രദ്ധിക്കണേ. ഇതൊന്ന് ശ്രദ്ധിക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് ഇതിപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. എക്സ്റ്റേണൽ ജെനറ്റാലിയ ആണ് തന്നിരിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്, എക്സ്റ്റേണൽ ജെനറ്റാലിയ അല്ല, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇത് തന്നിട്ട് പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് ഏതൊക്കെയാണ്, എ ഏതാണ്, ബി ഏതാണ്, സി ഏതാണ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ആണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നിങ്ങൾ എന്താക്കണം, പഠിക്കണേ. ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് അടയാളപ്പെടുത്താൻ ചോദിക്കും. സോ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്റ്റേറ്റ്മെന്റ്: ഓൾ കോപ്പുലേഷൻ ലീഡ്സ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. ഡു യു അഗ്രി വിത്ത് ദീസ് സ്റ്റേറ്റ്മെന്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദിച്ചത്. എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിക്ക് കാരണമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല. എന്താണ്? സ്പേമും ഓവും, സ്പേം പ്ലസ് ഓവും സൈമൾട്ടേനിയസ്ലി റിലീസ് ചെയ്താൽ മാത്രമാണ് എന്താവുന്നത്, പ്രഗ്നൻസിക്ക് ലീഡ് ആവുന്നത്. അല്ലാതെ എല്ലാ കോപ്പുലേഷനും സെക്ഷൽ കോണ്ടാക്റ്റും എന്താവുന്നില്ല, പ്രഗ്നൻസിക്ക് കാരണമാകുന്നില്ല. സെക്സ് ഓഫ് എ ചൈൽഡ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ സബ്സ്റ്റാൻറ്റിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ശരിയാണല്ലേ? കാരണം ഫാദറിൽ XY എന്ന് പറയുന്ന ക്രോമസോംസ് ഉണ്ടാകുന്നുണ്ട്, ഫീമെയിലിൽ XX ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയി വരുന്നത് ഈ Y ആണ്. സോ അവിടെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഹൈമൻ ഈസ് നോട്ട് എ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസ്. ഹൈമൻ എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് എക്സ്റ്റേണൽ ജെനറ്റാലിയ പുറത്തുള്ള ചെറിയ ഒരു തിൻ മസിൽ ആയിട്ടുള്ള ഹൈമൻ എന്ന് പറയുന്നത് വെർജിനിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിൻ്റെ ഇൻഡിക്കേറ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നോ എന്നാണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്ഷൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വെർജിനിറ്റിയെ മാത്രമല്ല അത് കാണിക്കുന്നത്. ചിലപ്പോൾ അത് റപ്ചർ ചെയ്യാം. എപ്പോൾ? ഹാർഡ് എക്സസൈസിൽ, സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഗേൾസ് എന്താക്കുന്നുണ്ടെങ്കിൽ, അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല വീഴുന്ന സമയത്തൊക്കെ അത് റപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈമൺ എന്താകുന്നല്ല, ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. ഒന്ന് കമൻറ്റ് ചെയ്തടാ. നിങ്ങൾ ചാറ്റ് ബോക്സ് ആരില്ലല്ലോ, കമൻറ്റ് ചെയ്യൂ. ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്യട്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലേ മനസ്സിലായില്ലേ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞത് മനസ്സിലായില്ല. യെസ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്പെർമറ്റോജനസിസും സ്പെർമിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് സ്പെർമിയോജനസിസ്? സ്പെർമിയോജനസിസ് എന്ന് പറഞ്ഞാൽ സ്പെർമാറ്റോസോവയായി മാറുന്നതാണ് സ്പെർമിയോജനസിസ്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ റിലീസിങ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. എന്താണ് ഇതിനെന്താ യൂസ് ചെയ്ത്? സെമിനിഫറസ് ട്യൂബ്യൂൾ കേട്ടോ. സെമിനിഫറസ് ട്യൂബ്യൂളിൽ സ്പേം റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെർമിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സെമിനിഫറസ് ട്യൂബ്യൂളിൽ കാണുന്ന 2 സെല്ലുകൾ ഏതൊക്കെയാണ്? അതിൻ്റെ ഫങ്ഷൻസും നമ്മളോട് എന്താക്കാൻ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജേം സെല്ലും സെർട്ടോളി സെല്ലും. ഓക്കെ, ജേം സെല്ല് സ്പേമിനെ എന്താക്കും, പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്പേമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സെർട്ടോളി സെല്ല് സ്പേമിനുള്ള നറിഷ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇവിടെ ഒന്ന് മാക്സിമം ഷെയർ ആക്കും കേട്ടോ. ഷെയറാക്കി 8 ആൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും കൂടി ഷെയർ ആക്കുക. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീരും. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കാൾഡ് ഏതാടാ? മെനാർക്ക് കേട്ടോ. മെനാർക്ക് എന്നാണ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ. ലാസ്റ്റ് മെൻസ്ട്രേഷൻ ആണെങ്കിൽ മെനാപ്പോസ്. ഓക്കെ, അവസാനിക്കല്ലേ, പോസ് ചെയ്യാണ്. ഓക്കെ,
ലാസ്റ്റ് മെൻസ്ട്രേഷൻ മെനാപ്പോസ് ഇവിടെ ഉണ്ട്. ലാസ്റ്റ് മെൻസ്ട്രേഷൻ മെനാപ്പോസ്. നെക്സ്റ്റ് LHൻ്റെയും FSHൻ്റെയും ഫങ്ഷൻസ് ആണ് മെയിൽസിലും ഫീമെയിൽസിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മെയിലിൽ നമുക്കറിയാം LH എന്ന് പറഞ്ഞാൽ LH എന്ന് പറഞ്ഞാൽ ആൻഡ്രോജൻ സെർട്ടോളി സെല്ലിനെ ലിഡിക് സെൽസിനെ ഇതാക്കിയിട്ട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫീമെയിലിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഈസ്ട്രജൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് LHൽ ഫീമെയിൽ ചെയ്യുന്നത്. ഓക്കെ, സോറി ഫീമെയിലിൽ LH ചെയ്യുന്നത്. FSH മെയിൽസിൽ സ്പെർമിയോജനസിസിന് ഹെൽപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഫീമെയിലിൽ FSH എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫോളിക്കിൾസിനെ ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ LHൻ്റെ FSHൻ്റെ ഫങ്ഷൻസ് ചോദിക്കും. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്കറിയാം ഇവിടെ നമുക്ക് 14ാമത്തെ ദിവസം ഏറ്റവും കൂടുതൽ അളവിൽ കാണുന്നത് ആരാണോ അവനാണ് ഈസ്ട്രോജൻ. ഓക്കെ, ഈസ്ട്രോജൻ 14ാമത്തെ അളവ്. ഓവുലേഷൻ ഡേ എന്ന് പറഞ്ഞാൽ 14ാമത്തെ ദിവസമാണ്. ആ 14ാമത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ആണ്. ഓക്കെ, അപ്പോൾ എ ഓൾവേസ് എന്തായിരിക്കും? പ്രൊജസ്റ്റിറോൺ ആയിരിക്കും. പ്രൊജസ്റ്റിറോൺ. റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ലെവൽ ഓഫ് ഹോർമോൺ ലൂട്ടിയൽ ഫേസ്. ഇതാണ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസിൽ ഈ ഹോർമോൺ എന്താവും? ഇത് നേരെ കുറയുകയും ചെയ്യും, ഇത് ഇവിടുന്ന് കൂടുകയും ചെയ്യും. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. ഓവുലേഷൻ കഴിഞ്ഞാൽ ഈസ്ട്രോജൻ്റെ അളവ് കൂടും. പിന്നെ കൺകറന്റ് വ്യൂസ് 4, ചാറ്റ് റേറ്റ് റിവ്യൂസ് 12. എല്ലാവരും ഒന്ന് ലൈക്ക്. സർ ക്ലാസ് കൊള്ളാം. ഓക്കെ, ആ കാര്യങ്ങൾ ചെയ്യുന്നത്. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം കൊണ്ടുവരുന്ന ഫംഗ്ഷൻ, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ എല്ലാവരും എന്ന് പറഞ്ഞേ. ഇതിൽ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ ആണ്. പ്രൊജസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഓവറിയുടെ പ്ലാസൻ്റൽ ഓവറിയുടെ വാള് എന്താക്കാണ്? മെയിൻറ്റെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യും. നെക്സ്റ്റ്, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെയിം ദ പാർട്ട്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായിട്ട് ചോദിക്കും ചിലപ്പോൾ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണെങ്കിൽ അതറിയാം, ഫിംബ്രി ആണ്. ടോവറിയിലാണ് ഫിംബ്രി. നെയിം ദ പാർട്ട്. ഓബിഡക്റ്റ് നാരോ ലൂമനിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇസ്തുമസ് ജംഗ്ഷൻ ആണ്. നെയിം ദ ഷേപ്പർ പാർട്ട് ഓഫ് ഓബിഡക്റ്റ് ദാറ്റ് ക്ലോസർ ഫണൽ ഷേപ്പ്ഡ് ആണെങ്കിൽ ഇൻഫെൻഡിബിൾ. ഓക്കെ, ഇൻഫെൻഡിബിൾ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ. മാക്സിമം എല്ലാവരും കൊണ്ടുവരൂ കേട്ടോ. യെസ് ഓക്കെ സർ, ക്ലാസ് സൂപ്പർ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊണ്ടുവരാം. എല്ലാവരും വരട്ടെ, ക്ലാസ് പഠിക്കട്ടെ എല്ലാവരും. നെയിം ദ 3 യൂട്രസ് വാൾ. നമുക്കറിയാം പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഓക്കെ, ഇത്രയും വാൾസ് ആണുള്ളത്. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഏതാ? റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച്. അതെന്താ നമുക്കറിയില്ല. മയോമെട്രിയം തിക്കാണ്. പെക്യുലാരിറ്റീസ് ആണ് ചോദിക്കട്ടോ. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ തിന്നായിരിക്കും, മയോമെട്രിയം തിക്കായിരിക്കും, എൻഡോമെട്രിയം ഇന്നർ ആയിരിക്കും. ഓക്കെ, പെരിമെട്രിയം ആണ് ഓവറീസിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മയോമെട്രിയത്തിൽ എന്താണ്? മസിൽ ലൈക്ക് ആയിരിക്കും, മറ്റേ ഗ്ലാൻഡുലാർ ലൈക്ക് ആയിരിക്കും. നെയിം ദ വാൾ. ഇംപ്ലാന്റേഷൻ ഏതായിരിക്കും? ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് എൻഡോമെട്രിയത്തിലാണ് കേട്ടോ. ഒരു ഫീറ്റസ് പോയിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു സാധനം എന്താണ്? എൻഡോമെട്രിയം. ദിലുഫാദിൽ. ഓക്കെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. മാച്ച് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. LH സർജ് അഥവാ LH സർജ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ. ഇത് നോട്ട് ചെയ്തോളൂ. LH സർജ് എന്ന് പറഞ്ഞാൽ നോട്ട്. LH സർജ് എന്ന് പറഞ്ഞാൽ ഓവുലേഷൻ സമയത്ത് മാക്സിമം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LH സർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LH സർജ് ഏതാടാ? ഓവുലേഷൻ്റെ സമയത്താണ്. ഓക്കെ, ഇതാണ് എ. ലിഡിക് സെല്ല് ആൻഡ്രോജനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആംബുലറി ഇസ്തുമസ് ജംഗ്ഷനിലാണ് എന്ത്? ഫെർട്ടിലൈസേഷൻ സംഭവിക്കുക. സെർട്ടോളി സെല്ലാണ് സ്പെമാറ്റിഡ്സിന് എന്താക്കുന്നത്? ന്യൂട്രീഷൻസ് നൽകുന്നത്. ഓക്കെ,
സാർ എത്ര മണി വരെ ഉണ്ടാവും? അപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് എന്താക്കാം, മെല്ലെ മെല്ലെ കാര്യങ്ങൾ തീരുമാനമാക്കാം. യെസ്, എടാ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. അറ്റ് വിച്ച് ഈസ് LH സർജ്. LH സർജ് എന്ന് പറഞ്ഞാൽ 12 to 14 ടൈമിൻ്റെ ഇടയിലാണ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, എടാ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൺകറൻറ്റ് വ്യൂസിനെ കുറച്ചൊന്ന് കൂട്ടിക്കേ. യെസ് എടാ, ഇത് നമ്മുടെ ട്രൈമസ്റ്ററുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് മന്തിൽ നമുക്കറിയാം ഹേർട്ട് ബീറ്റ് നമുക്ക് എന്താക്കാൻ പറ്റും, നോട്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എ. നെക്സ്റ്റ് സെക്കൻഡ് മന്തിൽ നമുക്ക് എന്താ സംഭവിക്കുക, ലിംസും ഡിജിറ്റും ഒക്കെ എന്താക്കും, ഫീറ്റസിന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബി ആണ്. ഫിഫ്ത്ത് മന്തിൽ നമുക്കറിയാം ഫസ്റ്റ് മൂവ്മെൻറ്റ് സംഭവിക്കും. സിക്സ്ത് മന്തിൽ നമുക്ക് ഐലിഡും ഐലാഷസും സെപ്പറേറ്റ് ആവും. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നെക്സ്റ്റ് എടാ, ഡയഗ്രാം തന്നിട്ടുണ്ട്. എന്തിനാണ്? ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡയഗ്രാണ്. കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയി, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓക്കെ, യെസ്, കമൻറ്റ് വരട്ടെ. ബ്ലാസ്റ്റോസിസ്റ്റിൽ 2 സെല്ലാണ്. പുറത്തുള്ള സെല്ലിൻ്റെ പേര് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ്. ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, ഉള്ളിലുള്ളത് ഇന്നർ സെൽമാസ്. ഓക്കെ, ഇന്നർ സെൽമാസ്. ട്രോഫോബ്ലാസ്റ്റ് പിന്നീട് എന്താക്കി മാറ്റും, പ്ലാസൻ്റ ആയിട്ട് മാറും. ഇന്നർ സെൽമാസ് ആണ് ഫീറ്റസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫീറ്റസ് ആയിട്ട് മാറുന്നത് ഇന്നർ സെൽമാസ് ആണ്. യെസ്, അബ്ദുൽ ഗഫൂർ. നെക്സ്റ്റ് എടാ, ഇത് ഏതാണ് ഫിഗർ? ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് മാർക്ക്ഡ് ABC ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? കമന്റ് ചെയ്തേ. യെസ് എടാ, നമുക്കറിയാം ഇത് സ്പേമിന്റെ ഫിഗർ ആണ്. എ എന്ന് പറയുന്നത് ആക്രോസോം ആണ്. ബി എന്ന് പറയുന്നത് ഏതാ? മിഡിൽ പീസ് ആണ് കേട്ടോ. മിഡിൽ പീസ് ആണ്. സി എന്ന് പറയുന്നത് ടൈലാണ്. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ സ്പേം ഹെഡിന്റെ മുകളിൽ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട്. അതാണ് ആക്രോസോം. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഗ്ഗിന്റെ ലെയറിന്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടാവുക, ഓവ ഉണ്ടാവുക. അപ്പോൾ ഈ എഗ് ലെയറിന്റെ ഉള്ളിൽ ഓവത്തിന്റെ ലെയർ പെനിട്രേറ്റ് ചെയ്ത് കയറണം. പെനിട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ തുളഞ്ഞു കയറാം. ഓക്കെ, help to penetrate the layer of എഗ്ഗിന്റെ ലെയർ അല്ലെങ്കിൽ ഓവത്തിന്റെ ലെയർ പെനിട്രേറ്റ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ആക്രോസോം എന്ന് പറയുന്നത്. യെസ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് ഹൂജനസിസ്. സ്പെർമിയോജനസിസ് ആൻഡ് ഹൂജനസിസ് എന്ന് പറഞ്ഞാൽ 2 കോളം വരയ്ക്കുക. എത്രണ്ണം വേണം? 2 കോളം. യെസ്, ഇതിന് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. യെസ്, നേരെ ലൈൻ വരയ്ക്കുക. എന്താ ഇവിടേക്ക് പോയത്? ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് ലൈൻ. ഇല്ല, ഇപ്പം കഴിയും. സ്പെമാറ്റോജനസിസ്, ഇവിടെ ഊജനസിസ്. ഇത് ടെസ്റ്റിസിലാണ് സംഭവിക്കുക. ഇവിടെ എന്താ, ഇത് എവിടെ നടക്കുക? ഇത് ഓവറി. ഫ്രം പ്യൂബേർട്ടി ടു ഡെത്ത്, ഫ്രം ബർത്ത് ടു മെനപ്പോസ് കേട്ടോ. ആ കാര്യങ്ങൾ. ഇവിടെ ഗ്രോത്ത് അറസ്റ്റ് ആവുന്നില്ല. ഇവിടെ ഗ്രോത്ത് അറസ്റ്റ് ആവുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്തു. എംബ്രിയോസാക്ക് വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയസ് മോറൂല. നെക്സ്റ്റ്, ദ മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ സെയിം ഇനീഷ്യൽ കാൾഡ് കൊളസ്ട്രോൾ. നെക്സ്റ്റ്, ഹൈമൻ ഈസ് നോട്ട് എ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ഇനി അതിൽ ടൈം കളയുന്നില്ല. എടാ, ഇത് നോക്കി പോവുക. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അടയാളപ്പെടുത്താനോ അല്ലെങ്കിൽ ഓവം സറൗണ്ടഡ് ബൈ സ്പേം, ഈ കൊറോണ റേഡിയേറ്റ, പെരിറ്റീരിയൻ മെംബ്രെയിന്, അതുപോലെ സോണ പെല്ലൂസിഡ, ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കും മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓവത്തിൻ്റെ ഈ കോർപ്പസ് ലൂട്ടിയം, ഓവം,
ഗ്രാഫിയൻ ഫോളിക്കിൾ, പ്രൈമറി ഫോളിക്കിൾ എന്നീ ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനായിട്ട് പഠിക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.